Wayanad, a region, was known for its lush green landscapes, tea plantations worldwide. But as you all know, Wayanad is recently in news because a natural disaster took place. While Wayanad has faced significant challenges, the people have gone through a really tough time. Recovery efforts are going on. Let's hope for the future and praying for all the people to play resilience in their recovery. 9 students are waiting to depict the Wayanad incident with a dance. Let's welcome them for their performance. വയനാട്, ദ ലാൻഡ് ഓഫ് പാഡി ഫീൽഡ്സ്, വയലോലകളുടെ നാട്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ, മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ, മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. 2024 ജൂലൈ 30, അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കൊടിയഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. തോരാത്ത മോഹം ഈ മഴ, ഗന്ധർവഗാനം ഈ മഴ, ആദ്യാനുരാഗരാമഴ. गिली गिली माटी, गिली माटी के चल घरों दे बनाएंगे रे. हरी भरी अम्बी की डाली मिलके चूल्हे चुलाएंगे रे. खाने बैजो गजरे, खाले जो दे सपने, बैलों की घंटी बजी और ताल लगे भरने. रतेर के चली मैं तो पार चली, रतेर के चली मैं तो पार चली, पार वाले पर लेके नार चली रे मेघा. പിന്നെ മഴയുടെ മട്ടുമാറി. ചോലവനത്തിൽ ഉരുളുപൊട്ടി. പക്ഷേ ഞങ്ങളതറിഞ്ഞില്ല. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു കിടന്നു. പക്ഷേ മഴയ്ക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ കല്ലും മണ്ണും ചെളിയും ഒന്നാകെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരുന്നു. ഉയിരായി മാറവേ നിഴൽ മായവേ. ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി ഇങ്ങനെ ഉയിരായി മാറവേ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ ഞങ്ങൾ ദൈവത്തെ വിളിച്ച് മരണത്തെ കാത്തിരുന്നു. അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പണക്കാരൻ, പാവപ്പെട്ടവൻ, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി, ജീവനു വേണ്ടിയുള്ള ഇവരുടെ എല്ലാം നിലവിളിക്ക് ഒരേ സ്വരമായിരുന്നു. കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു
പലർക്കും പലതും നഷ്ടപ്പെട്ടു. കുടുംബവും മണ്ണും വീടും തണലും നഷ്ടപ്പെട്ടു. ഇനിയെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ തളരില്ല. അന്ന് ഞങ്ങൾക്ക് നേരെ നീട്ടിയ കരങ്ങൾ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ ആയിരുന്നില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ നേർക്ക് നീട്ടിയ സ്നേഹത്തിന്റെ കരങ്ങളായിരുന്നു അത്. നന്ദി പറയാൻ ഒരുപാടുണ്ട്. ഇന്ത്യൻ ആർമിക്ക്, മീഡിയയ്ക്ക്, ഭരണാധികാരികൾക്ക്, ഞങ്ങൾക്ക് വേണ്ടി പണം അയച്ച ഓരോ മനുഷ്യർക്കും, ജീവന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കൈവിടാതിരുന്ന കാടിന്റെ മക്കൾക്ക്, സ്വന്തം കുഞ്ഞിനെ പോലെ ഞങ്ങളുടെ മക്കളെയും പാലൂട്ടാമെന്ന് പറഞ്ഞ കേരളത്തിന്റെ അമ്മ മനസ്സിന്, കയ്യും മെയ്യും നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ഓരോ മനുഷ്യർക്കും, പിന്നെ ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായി. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കേരളം